ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജാതിയും മതവും വെച്ച് പുലർത്തുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ജാതിയും മതവും നോക്കേണ്ട ചില സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ പ്ലെയിനിൻ്റെ ഓടിക്കുന്ന വ്യക്തി അത് ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൃഷി ചെയ്ത കർഷകൻ അത് ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ നോക്കണം. ഇവിടെയൊക്കെയാണ് നിങ്ങൾ ജാതിയും മതവും തീർച്ചയായും നോക്കേണ്ടത്. അല്ലാതെ ചെറിയ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ചെറിയ സ്കൂൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ജാതിയും മതത്തിനും അതിന് അവരല്ല ഉത്തരവാദികൾ. നിങ്ങൾ മുതിർന്നവരാണ് അതിന് ഉത്തരവാദികൾ. ഈ കാലഘട്ടത്തിൽ ജാതിയും മതവും പറയുന്നവരെ അവഗണിക്കപ്പെടും, പരിഗണിക്കപ്പെടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി എന്നടിക്കൽ ചോദിച്ചു, നീ അമ്പലക്കാരനാണോ പള്ളിക്കാരനാണോ എന്ന് ചോദിച്ചു. ഞാൻ പകച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അമ്പലക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പള്ളിക്കാരാണ്, അമ്പലക്കാരും പള്ളിക്കാരുമായിട്ട് ഞങ്ങൾക്ക് കൂടാൻ പറ്റില്ല, ഞങ്ങൾ പള്ളിക്കാരാന്ന് പറഞ്ഞ ഒരു ഗ്യാങ്. പിന്നീടുള്ള അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ ഇഞ്ചക്ഷൻ്റെ ഡോസ് എത്രത്തോളമാണെന്ന്. എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല ഇതുവരെയും. എന്താ പറയുക, അമ്പലത്തിൽ പോകാനും ഒന്നും പഠിക്കാനും ഒന്നും ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ പഠിക്കുന്നതും അല്ലെങ്കിൽ ഇതെല്ലാം വായിക്കുന്നതും അറിയുന്നതുമൊക്കെ. പിന്നെ ചില മനുഷ്യരുടെ പ്രവൃത്തിക്കുള്ള മറുപടി കൊടുക്കുന്നു എന്നല്ലാതെ ഞാൻ ജീവനുണ്ടായതിൻ്റെ കാരണവും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിനെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവവൃക്ഷങ്ങൾ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കാരണം അതിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ടത് അരയാൽ. അരയാലിനെ ഉപനിഷത്തുകളിൽ വിദ്യാർത്ഥികളുമായിട്ടാണ് ഉപമിക്കുന്നത്. കാരണം അരയാൽ വളർന്നു വരുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും പാറയുടെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിലായിരിക്കും അവൻ്റെ തുടക്കം. ഏത് സിറ്റുവേഷനിലും ഏത് കാലാവസ്ഥയിലും വളരുകയും അന്തരീക്ഷത്തിൽ നിന്ന് പോലും ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ വൃക്ഷം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് എത്ര പ്രധാനപ്പെട്ടതെന്നും അറിയുക.